PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി വീഡിയോ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗിൽജി രാജവംശത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഇൽത്തുമിഷിനെക്കുറിച്ചും ഗിയാസുദ്ദീൻ ബാൽബനെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ. ഡൽഹി സുൽത്താനേറ്റിലെ അടിമ വംശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇനി ഡൽഹി സുൽത്താനേറ്റിലെ ഗിൽജി വംശത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഗിൽജി രാജവംശത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് HSA സോഷ്യൽ സയൻസിന് വേണ്ടി. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ഗിൽജി രാജവംശത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്നു മുതൽ എന്നു വരെയാണ്? 1290 മുതൽ 1320 വരെയാണ് ഗിൽജി രാജവംശത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമാണ് ഗിൽജി രാജവംശം. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ വംശമാണ് ഏത്? ഗിൽജി വംശം. അപ്പോൾ ആദ്യത്തെ വംശം ഏതാ നമ്മൾ പറഞ്ഞിരുന്നു? അടിമ വംശമായിരുന്നു. 1206 മുതൽ 1296 വരെ ഉണ്ടായിരുന്ന അടിമ വംശമായിരുന്നു ആദ്യത്തെ വംശം. രണ്ടാമത്തെ വംശമാണ് ഏത്? ഗിൽജി വംശം എന്ന് പറയുന്നത്. ഗിൽജി സുൽത്താൻമാരായിരുന്നു തുർക്കി വംശജരായിരുന്നു. അപ്പോൾ ഗിൽജി സുൽത്താൻമാർ തുർക്കി വംശജരായിരുന്നു. അപ്പോൾ ഏത് വംശജരായിരുന്നു ഇവർ തുർക്കി വംശജരായിരുന്നു. ആരായിരുന്നു? തുർക്കി വംശജരായിരുന്നു ഇവർ. ആരായിരുന്നു? തുർക്കി വംശജരായിരുന്നു. ഓർക്കുക. ഗിൽജി രാജവംശ സ്ഥാപകൻ ആരാണ്? ജലാലുദ്ദീൻ ഖിൽജിയാണ് കേട്ടോ. ആരാണ് സ്ഥാപകൻ? ജലാലുദ്ദീൻ ഖിൽജിയാണ് ഈ ഒരു ഗിൽജി രാജവംശം സ്ഥാപിച്ചത്. ജലാലുദ്ദീൻ ഖിൽജിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1290 മുതൽ 1296 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ജലാലുദ്ദീൻ ഖിൽജിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഗിൽജി രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏതാ? ഗിൽജി രാജവംശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ് കേട്ടോ. ഗിൽജി രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏതാ? ഡൽഹിയാണ്. അതുപോലെ ജലാലുദ്ദീൻ ഗിൽജി വംശം സ്ഥാപിച്ചു. ആരെ കൊലപ്പെടുത്തിയാണ്? അപ്പോൾ ആരെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ജലാലുദ്ദീൻ ഖിൽജി വംശം സ്ഥാപിച്ചത്? കൈക്കോബാദിനെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഗിൽജി രാജവംശം സ്ഥാപിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഇനി ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ മരുമകനാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ മരുമകൻ ഏതാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ ഡൽഹി സുൽത്താനയിലെ രണ്ടാമത്തെ രാജവംശമാണ് ഗിൽജി രാജവംശം. 1290 മുതൽ 1320 വരെയാണ് ഈ ഒരു ഗിൽജി രാജവംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1290 മുതൽ 1296 വരെയാണ്. ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ മരുമകനാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അലാവുദ്ദീൻ ഖിൽജിയെക്കുറിച്ച് പഠിക്കാം. അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1296 മുതൽ 1316 വരെയായിരുന്നു. എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? 1296 മുതൽ 1316 വരെയായിരുന്നു. ഗിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഗിൽജി വംശത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. അതുപോലെ തന്നെ കുറഞ്ഞ ചെലവിൽ വലിയ സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ പരിഷ്കാരമാണ് കമ്പോള നിയന്ത്രണം. അപ്പോൾ കുറഞ്ഞ ചെലവിൽ വലിയ സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ പരിഷ്കാരം ഏതു പേരിൽ അറിയപ്പെടുന്നു? കമ്പോള നിയന്ത്രണം. ഏതു പേരിൽ അറിയപ്പെടുന്നു? കമ്പോള നിയന്ത്രണം എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? കമ്പോള നിയന്ത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അലാവുദ്ദീൻ നിയമിച്ച ഉദ്യോഗസ്ഥൻ ഷംഹനെയാണ് കേട്ടോ. ഷംഹനെയാണ് കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അലാവുദ്ദീൻ ഖിൽജി നിയമിച്ച ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സെറായ് ഇ ആദിൻ എന്ന പേരിലാണ് അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത്. അപ്പോൾ അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് ഏതാണ്? സെറായ് ഇ ആദിൽ എന്ന പേരിലാണ് അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത്. അതുപോലെ അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ ആക്രമിച്ചത് 1303 കേട്ടോ. അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ ആക്രമിച്ചത് എന്നാണ്? 1303 ഓർക്കുക. അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടി തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സൈന്യാധിപൻ മാലിക് കഫൂറാണ്. അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടി തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സൈനികൻ ആരാണ്? മാലിക് കഫൂറാണ്.
ഈ അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് ഈ മാലിക് കഫൂർ കേട്ടോ. അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ കൂടിയാണ് ഈ മാലിക് കഫൂർ എന്ന് ഓർക്കുക. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടി തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സൈന്യാധിപൻ ചോദിക്കുകയാണെങ്കിൽ അത് ആരായിരിക്കും? അത് മാലിക് കഫൂർ ആണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ കൂടിയാണ് ഈ മാലിക് കഫൂർ. ഭൂനികുതി നേരിട്ട് പണമായി നൽകാൻ ഉത്തരവിട്ട സുൽത്താൻ. ഭൂനികുതി നേരിട്ട് പണമായി നൽകാൻ ഉത്തരവിട്ട സുൽത്താനാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി. ഭൂനികുതി നേരിട്ട് പണമായി നൽകാൻ ഉത്തരവിട്ട സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇറാഖിൽ നിന്ന് തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്ത് സുൽത്താൻ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി കേട്ടോ. ഇറാഖിൽ നിന്ന് തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്ത സുൽത്താൻ കൂടിയാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് ഓർക്കുക. അലാവുദ്ദീൻ വംശത്തെ അവസാനത്തെ ഭരണാധികാരി മുബാറക് ഷായാണ്. ഖിൽജി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ചോദിക്കുകയാണെങ്കിലോ അത് മുബാറക് ഷായാണ്. ആരാണ്? മുബാറക് ഷായാണ് ഈ ഒരു ഖിൽജി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി. അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ കമ്പോള പരിഷ്കാരങ്ങളെല്ലാം നിർത്തലാക്കിയത് ഈ മുബാറക് ഷായാണ് കേട്ടോ. അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ കമ്പോള പരിഷ്കാരങ്ങളും ആര് നിർത്തലാക്കി? ഈ മുബാറക് ഷാ എന്ന് പറയുന്ന വ്യക്തി നിർത്തലാക്കി. മാലിക് കഫൂർ ആക്രമിച്ച് കീഴടക്കിയ തെക്കേ ഇന്ത്യൻ പ്രദേശം ചോദിക്കുവാണ് ദേവഗിരിയാണ് കേട്ടോ. മാലിക് കഫൂർ ആക്രമിച്ച് കീഴടക്കിയ തെക്കേ ഇന്ത്യൻ പ്രദേശം ഏതാണ്? ദേവഗിരിയാണ്. ഇനി അലാവുദ്ദീൻ ഖിൽജിയെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഇന്ത്യയിൽ കൂടുതൽ കാലം ഡൽഹി ഭരിച്ച ഖിൽജി സുൽത്താൻ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച ഖിൽജി സുൽത്താൻ എന്നാണ് ആരറിയപ്പെടുന്നത്? അലാവുദ്ദീൻ ഖിൽജി അറിയപ്പെടുന്നത്. അദ്ദേഹം രണ്ടാം അലക്സാണ്ടർ എന്നും അറിയപ്പെടുന്നു. എന്താണ്? രണ്ടാം അലക്സാണ്ടർ എന്നും അലാവുദ്ദീൻ ഖിൽജി അറിയപ്പെടുന്നു. മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നും അറിയപ്പെടുന്നു. അതുകൂടാതെ എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്ന പേരിലും അറിയപ്പെടുന്നു. മദ്യവും ലഹരി പദാർത്ഥങ്ങളും നിരോധിച്ച ഭരണാധികാരി. മദ്യവും ലഹരി പദാർത്ഥങ്ങളും നിരോധിച്ച ഭരണാധികാരി. രാജഭരണത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ച സുൽത്താൻ. രാജ്യഭരണത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിച്ച സുൽത്താൻ. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഭരണാധികാരി. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയുള്ള കമ്പോള പരിഷ്കാരങ്ങളെല്ലാം നിർത്തലാക്കിയത് ആരാ? മുബാറക് ഷായാണെന്ന് ഓർക്കണം കേട്ടോ. ഇനി മധ്യകാല ഇന്ത്യയിലെ തപാൽ സമ്പ്രദായം പരിഷ്കരിച്ച സുൽത്താൻ. മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന തപാൽ സമ്പ്രദായത്തെ പരിഷ്കരിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. 1000 തൂണുകളുടെ കൊട്ടാരം പണികഴിപ്പിച്ച ഡൽഹി സുൽത്താൻ. പാലസ് ഓഫ് 1000 പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന പാലസ് പണികഴിപ്പിച്ചത് ആരാ? അലാവുദ്ദീൻ ഖിൽജിയാണ്. സർക്കാർ വക ധാന്യപ്പുരകൾ സ്ഥാപിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിർത്തിയ മുസ്ലിം ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരിയാണ്. സൈനികർക്ക് ശമ്പളമായി ഭൂമിക്ക് പകരം പണം നൽകാൻ ആരംഭിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. സൈനികർക്ക് ശമ്പളത്തിന് പകരം ഭൂമിക്ക് പകരം ശമ്പളം നൽകാൻ തീരുമാനിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അതുപോലെ കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ബാഗ് സമ്പ്രദായം തുടക്കം കുറിച്ചു. കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ബാഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇൽത്തുമിഷ് ആരംഭിച്ച ഇക്ത സമ്പ്രദായം അവസാനിപ്പിച്ചു. ഇൽത്തുമിഷ് ആരംഭിച്ച ഇക്ത സമ്പ്രദായം അവസാനിപ്പിച്ച ആരാ? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇൽത്തുമിഷ് ആരംഭിച്ച ഇക്ത സമ്പ്രദായം അവസാനിപ്പിച്ചു. ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കി. ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കി. ഡെക്കാൻ പ്രദേശം കീഴടക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരി. ഡെക്കാൻ പ്രദേശം കീഴടക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരി. തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താൻ. തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താൻ. അപ്പോൾ ഡെക്കാൻ പ്രദേശം കീഴടക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരി, തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താൻ ഒക്കെ ആരാണ്? ഈ അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഖിൽജി വംശം 1290 മുതൽ 1320 വരെ ഉണ്ടായിരുന്ന ഖിൽജി വംശത്തിനെ കുറിച്ചിട്ട് ജലാലുദ്ദീൻ ഖിൽജിയെക്കുറിച്ചും അലാവുദ്ദീൻ ഖിൽജിയെക്കുറിച്ചും മുബാറക് ഷായെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിപ്പോയത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം.